ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ടൊമാറ്റോ കെച്ചപ്പിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. നമ്മുടെ വീടുകളിൽ തന്നെ വളരെ ആരോഗ്യകരമായി തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ടൊമാറ്റോ കെച്ചപ്പിൻ്റെ റെസിപ്പി. നാട്ടിലും വിദേശത്തുമെല്ലാം വിൻ്റർ സീസണിലെ കൃഷികൾ തുടങ്ങി വരികയാണല്ലോ. ഈ സമയത്ത് നന്നായിട്ട് വിളവെടുക്കാൻ സാധിക്കുന്ന ഒരു വിളയാണ് ടൊമാറ്റോസ്. അപ്പോൾ ഇത് ഉപയോഗിച്ച് അധികമായിട്ടൊക്കെ ഉള്ളപ്പോൾ നമുക്ക് കെച്ചപ്പും സോസും എല്ലാം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ഒരു സിമ്പിൾ ആൻഡ് ഹെൽത്തി ഡിഷ്. കൃഷി വേണമെന്ന് തന്നെയില്ല, നമ്മുടെ മാർക്കറ്റിൽ നിന്ന് കിട്ടുന്ന ടൊമാറ്റോസ് ഉപയോഗിച്ച് നമുക്ക് നല്ല രീതിയിൽ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ഞാനിവിടെ കൃഷി ചെയ്ത് തക്കാളികൾ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ആദ്യമായിട്ട് നമുക്കതിൻ്റെ ഞെട്ടെല്ലാം വേർതിരിച്ചെടുക്കാം. അതിനുശേഷം സ്പൈസസ് റെഡിയാക്കി എടുക്കാം. ഞാനിവിടെ വെളുത്തുള്ളി, കുറച്ച് കറുവാപ്പട്ട, ഇഞ്ചി ഒരു ചെറിയ കഷ്ണം എടുത്തിട്ടുണ്ട്, ഏലക്കാപ്പൊടി, അതുപോലെ ഗ്രാമ്പു, ഇത്രയുമാണ് എടുത്തിരിക്കുന്നത്. ഉള്ളി ഉപയോഗിക്കുന്നവരുണ്ട്, അതുപോലെ മറ്റു സ്പൈസസ് ആയ പെരുംജീരകം, അതൊക്കെ വേണമെങ്കിൽ ചേർക്കാം. ഞാൻ ഇത്രയുമേ ഇന്നിവിടെ ചേർത്തിട്ടുള്ളൂ. കൂടെ അല്പം കാശ്മീരി ചില്ലി പൗഡറും കൂടെ ചേർക്കുകയാണ്. സാധാരണ കെച്ചപ്പ് ഉണ്ടാക്കുന്ന രീതിയിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായിട്ടാണ് ഞാനിവിടെ ഉണ്ടാക്കുന്നത്. ഇതാണ് എനിക്ക് കുറച്ച് എളുപ്പമായിട്ട് തോന്നിയത്. അത് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുകയാണ്. സ്പൈസസ് എല്ലാം ഒരു കിഴിയിലാക്കി അത് കെട്ടി ടൊമാറ്റോ സോസ് വേകുന്ന സമയത്ത് അതിലേക്കിട്ടാണ് തിളപ്പിച്ചെടുത്താണ് സാധാരണ രീതിയിൽ ഉണ്ടാക്കുന്നത്. പക്ഷേ ഇതിൽ നിന്ന് വിഭിന്നമായി ഞാൻ ടൊമാറ്റോസ് വേകുന്ന സമയത്ത് സ്പൈസസ് കൂടി ചേർക്കുകയാണ് ഇവിടെ. ഇപ്പോൾ ടൊമാറ്റോസ് എല്ലാം ഒരു കുക്കറിൻ്റെ സഹായത്തോടു കൂടി അല്പം വെള്ളമൊഴിച്ച് അടിയിൽ പിടിക്കാതിരിക്കാനാണ് ഞാൻ ചേർക്കുന്നത്. ഒന്ന് വേവിച്ചെടുക്കാം. കുക്കറിൽ ഇങ്ങനെ വേവിക്കുമ്പോൾ ഒരൊറ്റ വിസിലിൻ്റെ ആവശ്യമേ ഉള്ളൂ. ഒരു 5 മിനിറ്റ് അത്രയും മതിയാവും. അല്ലെങ്കിൽ ചിലപ്പോൾ കരിഞ്ഞു പോകാൻ ഇടയുണ്ട്. അതിനാണ് നമ്മൾ അല്പം വെള്ളവും കൂടി ചേർക്കുന്നത്. ഒരൊറ്റ വിസിൽ ഇത് നന്നായിട്ട് തന്നെ വെന്ത് കിട്ടും. ഇങ്ങനെ ഞാൻ വേവിച്ചെടുക്കുന്നത് ഇതിൻ്റെ സ്കിന്നൊന്ന് റിമൂവ് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. തുറന്നൊരു പാത്രത്തിൽ മൂടി ഉപയോഗിച്ചും ഇങ്ങനെ ചെയ്യാം. പക്ഷേ എളുപ്പത്തിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് കുക്കർ ഉപയോഗിച്ചുള്ള രീതിയാണ്. ഇനി ചൂടാറിയതിന് ശേഷം ഇതിൻ്റെ ഓരോന്നിൻ്റെയും തൊലികൾ ഇതുപോലെ നമുക്ക് റിമൂവ് ചെയ്തെടുക്കാം. ഇനി ഇതുപോലെ ഓരോന്നും വൃത്തിയാക്കി എടുത്തതിന് ശേഷം മിക്സിയുടെ ജാറിൻ്റെ സഹായത്തോടു കൂടി ഇത് നമുക്ക് പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കാം. വെള്ളം ഒട്ടും തന്നെ ചേർക്കേണ്ടതായിട്ടില്ല. ഇവിടെ ഞാൻ മഞ്ഞത്തക്കാളികളാണ് അധികവും ഇതിൽ എൻ്റെ കളക്ഷനിൽ ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ഈ മഞ്ഞ കളർ, അല്ലെങ്കിൽ ചുവപ്പ് തക്കാളി എടുക്കുകയാണെങ്കിൽ നല്ല ചുവപ്പ് കളറിൽ തന്നെ നിങ്ങൾക്ക് കിട്ടും. അരിച്ചെടുത്തതിന് ശേഷം മധുരത്തിനായിട്ട് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3 ടേബിൾ സ്പൂണാണ് പഞ്ചസാര എടുത്തിരിക്കുന്നത്. പഞ്ചസാര ഇവിടെ അധികം ഇഷ്ടമുള്ളത് കൊണ്ടാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ചേർത്ത് കൊടുക്കാം. കൂടുതൽ പുളിരസമുള്ള തക്കാളിയാണെങ്കിൽ ഇത് ഇത്രയും ചേർത്താൽ മതി. അതിൻ്റെ കൂടെ ഒരു അല്പം മേമ്പൊടി എന്ന രീതിയിൽ അല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം, ഒന്ന് ടേസ്റ്റ് ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടി. വേവിക്കുന്ന സമയത്ത് ഇട്ട് കൊടുത്താലും മതി. ഞാനിവിടെ ആദ്യമേ തന്നെ ചേർക്കുകയാണ് ഇത് രണ്ടും. ഇനി നമുക്ക് ലോ ഫ്ലെയിമിൽ ഇത് ഒന്ന് കുറുക്കിയെടുക്കാം. കെച്ചപ്പിന് സാധാരണ കൺസിസ്റ്റൻസി കുറച്ച് കൂടുതൽ വേണം, അതുപോലെ അല്പം സ്പൈസിയുമായിരിക്കണം. പിന്നെ കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നതായതുകൊണ്ട് നമുക്ക് സ്പൈസസിൻ്റെ അളവ് കുറച്ച് കുറയ്ക്കാം. ഞാനിവിടെ അധികം സ്പൈസസ് ഒന്നും എടുത്തിട്ടില്ല. അതുപോലെ എരിവും വളരെയധികം കുറവാണ്. ഇങ്ങനെയല്ലാതെ സ്പൈസസ് ബാഗ് ഉണ്ടാക്കിയും നിങ്ങൾക്ക് ചെയ്തെടുക്കാം. ഒരു തുണിയിൽ ഈ സ്പൈസസുകളെല്ലാം കെട്ടി അയഞ്ഞ രീതിയിലാക്കി തിളപ്പിക്കുന്ന സമയത്ത് ഈ സ്പൈസസ് ബാഗ് അതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് തിളപ്പിച്ചെടുക്കാം കുറുകുന്നത് വരെ. കുറുകുന്ന സമയത്ത് സ്പൈസസ് ബാഗ് അമർത്തി ഇടയ്ക്ക് കൊടുത്ത് അങ്ങനെയും ചെയ്യാം. പക്ഷേ ഈ രീതി എനിക്ക് എളുപ്പമായി തോന്നി. അതുപോലെ തന്നെ നമ്മൾ കുറേ നാൾ ഇത് സൂക്ഷിക്കാനുള്ളതാണെങ്കിൽ അല്പം വിനാഗിരി കൂടി നമുക്ക് പ്രിസർവേറ്റീവിന് പകരമായിട്ട് ഉപയോഗിക്കാം. ഞാനിവിടെ വിനെഗർ ഒട്ടും തന്നെ ഉപയോഗിച്ചിട്ടില്ല. അതിന് പകരമായിട്ട് ഞാൻ ഫ്രീസറിലാണ് ഇത് ഉണ്ടാക്കി അധികമുള്ളത് സൂക്ഷിക്കുന്നത്. പിന്നെ ചെയ്യുന്ന ഒരു കാര്യം, നമ്മൾ എടുത്തു വയ്ക്കുന്ന ജാറിൽ അല്ലെങ്കിൽ കുപ്പിയിൽ അല്പം വിനെഗർ ഒഴിച്ച് അതൊന്ന് ക്ലീൻ ആക്കിയതിന് ശേഷമാണ് കെച്ചപ്പ് അതിലേക്ക് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഫ്രീസറിൽ സൂക്ഷിക്കാതെ ഫ്രിഡ്ജിൻ്റെ സൈഡിലൊക്കെയാണ് സൂക്ഷിക്കുന്നതെങ്കിൽ വിനെഗർ ചേർത്ത് കൊടുക്കുന്നതായിരിക്കും നല്ലത്. നമ്മൾ ഇടയ്ക്കൊക്കെ ഉപയോഗിക്കുന്നതാണെങ്കിൽ ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിച്ചാൽ മതിയാവും. അപ്പോൾ വിനെഗറിൻ്റെ ആവശ്യം വരുന്നില്ല. കൂടുതലായിട്ട് സ്റ്റോർ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം ഫ്രീസറിൻ്റെ ആവശ്യം വരുന്നുള്ളൂ. അപ്പോൾ ഈ രീതിയിൽ
വളരെ സിമ്പിളായിട്ട് ഹെൽത്തി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഡിഷ് തന്നെയാണ് ടൊമാറ്റോ കെച്ചപ്പ്. അല്പം ഒന്ന് മെനക്കെട്ടാൽ നമുക്കും വീടുകളിൽ ഉണ്ടാക്കിയെടുക്കുവാൻ സാധിക്കും. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുകയും ചെയ്യും. സ്പൈസസിൻ്റെ അളവെല്ലാം ഓരോരുത്തരുടെ താല്പര്യമനുസരിച്ച് അളവിലെ വ്യത്യാസം വരുത്താം. ചുവപ്പ് തക്കാളികൾ കൊണ്ട് ചെയ്യുന്നതാണെങ്കിൽ നല്ല കളർഫുൾ ആയിരിക്കും. അതാവും കുട്ടികൾക്കും ഇഷ്ടം. ഞാനിവിടെ കറികൾക്കുമെല്ലാം തക്കാളി ഇല്ലാത്തപ്പോൾ ചേർക്കാറുണ്ട്. അങ്ങനെ നമ്മുടെ വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന സിമ്പിൾ ആൻഡ് ഹെൽത്തി ടൊമാറ്റോ കെച്ചപ്പ് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഒട്ടുമിക്ക ആൾക്കാർക്കും ഉണ്ടാക്കാൻ അറിയാവുന്നതായിരിക്കും. അറിയാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ ഷെയർ ചെയ്തിരിക്കുന്നത്. ഉണ്ടാക്കുന്നവരൊക്കെ ഒരു ഫീഡ്ബാക്ക് അറിയിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. ടൊമാറ്റോസിൻ്റെ മറ്റൊരു റെസിപ്പിയുമായി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ.